ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാലയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ചൊരു ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ഇത് നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടാൻ ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ കേട്ടോ. ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ സവാള വഴച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.